ഒരു പോസിറ്റീവാണ്. അതുപോലെ ഗംഭീരമായിട്ട് സൂര്യ പെർഫോമൻസിന് വാൾപ്പൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കുതിരപ്പുറത്ത് പോകുന്ന പിന്നെ പെരേര ഒന്ന് പേടിച്ചോട്ടോ മുതലേനെ കണ്ട് ബ്രൈറ്റിനെ കെട്ടിപ്പിടിച്ച് ചോരാണ്ട പേടിയാണ് ചോരാണ്ട പേടിയാണ് എന്നിട്ട് ബ്രൈറ്റിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. ബ്രൈറ്റിനെ പേടിച്ച് അലിയറിന്റെ പെണ്ണാൻസിയിലെ ഡയറക്ടർ ബ്രൈറ്റ് അതിവിടെ ഓണത്തിനിടയ്ക്ക് വിട്ടുവെച്ചുള്ള ഇത് ചോദിക്കണ കങ്കൂടെ റിവ്യൂ കഴിക്കണത്. മറ്റേ ഒരു മാസ് ക്ലാസ് എന്റർടൈൻമെന്റ് ആണ്. ഒരു പയമ തോന്നിക്കുന്നുണ്ട്. നമ്മളിപ്പോ പഴശ്ശിരാജയൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ, ആ ഒരു ഫീല് ഈ പടങ്ങൾ നമുക്ക് ഞാൻ ഏവിന്റെ ലേഖയിൽ നമ്മുടെ ബൈച്ചേട്ടൻ പണ്ട് അപ്പനമ്മ കൊണ്ടുപോയത്. ഇതിലിപ്പോ അപ്പുറമൊന്നും വേണ്ടല്ലോ തന്നെ. എന്നാലും എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ് അല്ലേ സൂര്യ സാർ? നമ്മുടെ ബാലസാറിന് അനിയനാന്ന് അറിയാലോ. അതൊന്നുമില്ല അറിയില്ല. പുതിയ ബാലസാർ അനിയൻ ബാലസാർ പറഞ്ഞു. ഞങ്ങൾ കണ്ടായിരുന്നു വിജയ് തമ്പി എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അപ്പൊ നീ പുള്ളിയുടെ അനിയനാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, കാർത്തി സൂര്യ കോംബോ. അത് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എല്ലാ വാർത്തകളും വന്നാണ് കാർത്തി സൂര്യ കോംബോ. അപ്പൊ അതിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. എന്തായാലും അതിനായിട്ടും കാത്തിരിക്കുകയാണ്. കാരണം അനിയന് ചേർന്നുള്ള ഒരു മത്സരം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. റോളക്സ് ദില്ലിനൊക്കെ വെട്ടിക്കോ? ഏത് റോളക്സ് ദില്ലി കോംബോ വെട്ടിക്കോ? പിന്നെ തീർച്ചയായിട്ടും തകർത്താടുകയാണ്. ആറാട്ട് മാറിയില്ല, ഇപ്പൊ തകർത്താടുകയാണെന്നാക്കിയില്ലേ. എന്തായാലും ഗംഭീരമാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ പെർഫോമൻസ് ആണോ നമ്മൾ പറയുന്നത്. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷത്തിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. മുഖത്തിന്റെ ഒരു ഭവ്യതയും കാര്യങ്ങളും ഉണ്ടല്ലോ, ഓരോ എക്സ്പ്രഷൻസും കാര്യങ്ങളും, ഓരോ മേക്കപ്പ് ഉണ്ടല്ലോ. നമ്മുടെ കണ്ണാന്ന് സൂര്യയുടെ കണ്ണുകൊണ്ടാണ് അഭിനയിക്കുന്നുണ്ട്. മുതലയുടെ കണ്ണ് കണ്ടില്ലോ, കണ്ണടച്ചിരിക്കാറുണ്ട്. ഔട്ട് ഓഫ് 5 എത്ര റേറ്റ് ചെയ്യും? ഔട്ട് ഓഫ് 5 4.2.5. നീ പഠിച്ചു വെച്ചാണ് പേപ്പർ നോക്കി പറയുന്നത്. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് മറ്റേ കുട്ടികൾ കളിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കളിക്കാം. വയലൻസ് ഉണ്ടല്ലോ കണ്ണടച്ചിരിക്കണം. 18 വയസ്സ് കഴിയാത്ത കുട്ടികളെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് കണ്ടിരിക്കും. ഇന്നലെ ബോബിഡിയോൾ സാറിന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ഹിന്ദി ഗുപ്ത കണ്ടല്ലേ സോൾജിയറൊക്കെ. അതിലെ വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി കൊള്ളാൻ എന്തായാലും പേര് ഞാനല്ല വില്ലൻ, ബോബിഡിയോൾ. വില്ലൻ കൊള്ളാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എന്തായാലും ബോബിഡിയോള് സൂര്യ കോംബോ അടിപൊളി. നായികയുടെ അത് അവരോട് ചോദിക്കണോ? നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചാ പേര് കാണിച്ചായിരുന്നു തിയേറ്ററിൽ. ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്ത് നോക്കി. പുള്ളിക്കാരുടെ അഭിനയം നല്ലതാന്ന് പറഞ്ഞ പുതുമുഖമാണ്, ഇതുവരെ കണ്ടിട്ടില്ല. ലൊക്കേഷനൊക്കെ ഡിഫറെന്റ് അല്ലല്ലോ. അത് ആദ്യം മറ്റേ വരുന്ന ആ ഒരു കാറാണ്. പിന്നെ ഒരു കാര്യം ഒരു കാര്യം പറയണ്ടേ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് സിനിമകൾ തമിഴ് സിനിമയിൽ പോകുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളും പോകുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാവർക്കും തുല്യ പ്രധാനമുള്ള വേഷമാണ് അവർ നൽകിയിരിക്കുന്നത്. ആ കാര്യം പ്രത്യേകിച്ച് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് പല ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള എല്ലാ അവസരവും കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിൽ ആ ഡയറക്ടർ ശിവസാർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു നന്ദി സൂചകമാണ്. കാരണം എന്ന് വെച്ചാൽ ദൂരെ പോയി നിൽക്കുന്ന രീതിയിലാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഡയലോഗ്സ്, ഒരു ക്ലോസ് സീൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. കങ്കുവ വേറെ ലെവലാണ്. നെഗറ്റീവ് പറയുന്നവരോട് പോസിറ്റീവ് തന്നെ പറയും. കാരണം പോകാൻ പറയുന്നത് പോസിറ്റീവ് ലെവലാണ്.